ചത്ത പച്ച. ആക്ച്വലി ഇന്നത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വീഡിയോ റിലീസായി. ആക്ച്വലി ഇവന്മാരുടെ ആദ്യത്തെ വീഡിയോ റിലീസായത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ടീസറായിരുന്നു തോന്നുന്നു. എനിക്കതിന് മുമ്പ് പടത്തിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് എന്ത് പേരാണ് ഇവർ ഇട്ടേക്കുന്നതെന്നുള്ളൊരു മൈൻഡായിരുന്നു. അതിനുശേഷം ടീസർ റിലീസ് ചെയ്തപ്പോൾ ഇത് കൊള്ളാല സംഭവം, കമ്മിങ് സൂണിനകത്തൊരു എമ്മിനൊരു തിളക്കം, അതെന്താണെന്ന് വിചാരിച്ച്. പിന്നെ അതിനുശേഷം മറ്റേ പാട്ട് ലിറിക്കൽ വീഡിയോ റിലീസായി. അത് കേട്ടപ്പോൾ ആഹാ സംഭവം കൊള്ളാം. ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ശങ്കർ ഏസാലായെ കൊണ്ടുവന്ന് മ്യൂസിക് ചെയ്യിപ്പിച്ചു എന്നുള്ളത്. അത് കിടിലം പരിപാടി. എന്തായാലും ഡെഫിനറ്റ്ലി ഇപ്പോൾ ഓൾറെഡി അത് പോസിറ്റീവ് ആയിട്ടുണ്ട്. 6 മില്യൺ വ്യൂസും മറ്റോ ലിറിക്കൽ വീഡിയോയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ ട്രെയിലർ വന്നു, പ്രൊമോ സോങ് വന്നു. ഇപ്പോൾ ഇന്ന് നമ്മുടെ ലാലേട്ടനുമായിട്ടുള്ള ഒരു സംഭവം വന്നു. വേഫെയർ മൂവീസിനകത്ത് കിടന്ന് മിന്നുന്ന കണ്ടപ്പോഴേ മമ്മൂക്കയാണെന്നുള്ള ഉള്ളൊരു റൂമർ ഓൾറെഡി ഔട്ടാണ്. ഓൾമോസ്റ്റ് അത് ഉറപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ ലാലേട്ടൻ എന്ന് വന്ന് പറഞ്ഞിട്ടു എന്താ പറയുന്നത്, ഈ ടീമിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പ് കയറി പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വൃത്തിയുള്ളൊരു ഒരു ട്രെയിലർ, അടിപൊളി ഒരു ട്രെയിലർ, കിടില എഡിറ്റ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ശങ്കർ ഏസാലായി മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുജീബും മജീദ്, പുള്ളിയുടെ ഈ റീസെൻറ്റ് വർക്കുകളെന്ന് വെച്ചാൽ കിടില. എക്കോ, കളങ്കാവൽ, രേഖാചിത്രം, ഇതെല്ലാം കിടിലമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ തരത്തിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീസറാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ടു വാച്ച് ദിസ് മൂവി. ജാനുവരി 22-നാണ് റിലീസ്. ഇതിനകത്ത് ഏറ്റവും വലിയ USP എന്ന് പറയുന്നത് 90s കിഡ്സിന് മനസ്സിലാവും. നമ്മൾ സ്കൂളിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു. ആ ഓട്ടോ എന്ന് പറയുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് എന്താ പറയുന്നത്, ആ സമയത്ത് നമ്മുടെ റോ അല്ലെങ്കിൽ എന്തായിരുന്നു സ്മാക്ക് ഡൗൺ, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്, റെസ്ലിംഗ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഓരോരോ ഫേവറേറ്റ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു റേ മിസ്റ്റീരിയോയുടെ കടുത്ത ആരാധകനായിരുന്നു. റേ മിസ്റ്റീരിയോ, ട്രിപ്പിൾ എച്ച്, ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിരുന്നു. എത്ര എന്താ പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. സ്കൂളിൽ വെച്ചിട്ട് ഓരോരുത്തരുടെയും കാര്യം പറഞ്ഞ് അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, കെയ്ന് അണ്ടർടേക്കർ തമ്മിലുള്ള ബ്രദർ റിലേഷൻഷിപ്പ്, ബാക്ക് സ്റ്റോറീസ്, ഇതൊക്കെ ഉള്ളതാണെന്ന് ദൈവത്തിനറിയാം. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ആ എൻജോയ് ചെയ്ത് കണ്ടത്, അതാണ് ഇതിൻ്റെ USP. അതാണ് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ആ ഒരു ടീമുണ്ടല്ലോ, നമ്മൾ സംസാരിച്ച് എന്താ പറയുന്നത്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടീം 100% അവരുടെ ഇപ്പം അവരെല്ലാം തന്നെ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയി കാണും. അവരെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് എന്തായാലും പടം കാണാൻ വരും. ഉറപ്പായിട്ട് ഈ പടം നല്ലൊരു വിജയമാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ട്രെയിലറും ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വളരെ പ്രോമിസിങ് ആണ്. ഉറപ്പായിട്ടും കിടിലം വിജയമായിരിക്കും. നമുക്ക് കാണാൻ ഞാൻ എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കാണും, മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള അപ്ഡേറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് തിയേറ്ററിൽ കാണാം.